പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം എന്റെ 21-22 വാക്യങ്ങൾ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം അവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളതാണ്. പ്രൈസലോ. ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്ക് ആമീൻ സംഭവിക്കാത്തതും അവരിൽ നടക്കാത്തതും അവരിൽ ആമീൻ ഒരിക്കലും പ്രാവർത്തികമാകാത്തതും എന്നാൽ അത് ചെയ്യാൻ പറ്റും, നമ്മളിൽ സാധിക്കും എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തതാണ് ഹാനോക്കിന്റെ ജീവിതം. ഹല്ലേലൂയ. കാരണം 65 വയസ്സായപ്പോൾ മെഥൂശലേഹിനെ ജനിപ്പിക്കുന്നു. തുടർന്ന് 300 വർഷം ദൈവത്തോട് കൂടെ നടന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ആമീൻ ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നു എന്നാ. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമല്ല ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ഈ വചനം ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ നിങ്ങളെ പ്രസംഗിക്കുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടും നമുക്ക് ഹാനോക്കിന്റെ ജീവിതം പോലെ ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ഹല്ലേലൂയ ദൈവസഭ വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. അപ്പം എല്ലാവരും സ്തോത്രം. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. നാം എവിടെ പോയി ഇരുന്നാലും, ഏത് സ്ഥലത്ത് ജീവിച്ചാലും, ഏത് നാട്ടിൽ ജീവിച്ചാലും, ഏത് രാജ്യത്ത് ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിന്റെ ആരംഭകാലം തൊട്ട് ദൈവത്തോട് കൂടെ നടക്കുന്ന ഹാനോക്കിനെ പോലെ ജീവിതത്തെ എപ്പോഴും ക്രമീകരിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിന്റെ സ്നേഹം അളവ് കൂടാതെ അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം അളവ് കൂടാതെ അനുഭവിച്ചവൻ, ക്രിസ്തുവിന്റെ സാന്നിധ്യം നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞവൻ, ആമേൻ, ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും കേൾക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഹാനോക്ക് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നിങ്ങൾ എവിടെ താമസിച്ചാലും എവിടെ പോയാലും അല്ലെങ്കിൽ ഹാനോക്കിനെ പോലെ നല്ലൊരു മാതൃകാ ജീവിതം നയിക്കാൻ കഴിയുന്നെങ്കിലേ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഹാനോക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്ത അനുഭവങ്ങളെ നാം ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടുവരുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം എത്രമാത്രം ഭയാനകമാണ്, ഭയങ്കരമാണ് ഹല്ലേലൂയ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. മനുഷ്യൻ ലോകത്തോടു കൂടെ നടക്കാൻ ആഗ്രഹിക്കും. ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ലോകക്കാരോടുകൂടി ഇവിടുത്തെ പ്രധാനികളോട് ചേർന്ന് നടക്കുമ്പോൾ പലരും രാഷ്ട്രീയക്കാരോട് ചേർന്നും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ചേർന്ന് എല്ലാ അനാശാസ്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടന്മാരോടൊപ്പം ഈ ജനം ചേർന്ന് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന വചനമാണ്, നീ ലോകത്തോട് ചേർന്നല്ല നടക്കേണ്ടത്, നീ ദൈവത്തോട് ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. ഹാനോക്കിനെ പോലെ നല്ലൊരു മാതൃകാ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ ഭൂമിയിലെ ജീവിതം പര്യവസാനിച്ച് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നാം മാറിക്കൊടുക്കുന്ന നിത്യതയിൽ ചെല്ലുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെയല്ല നമ്മുടെ ജീവിതം, ഇവിടെയല്ല നമ്മുടെ സന്തോഷം, ഇതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ നിത്യമായത് ഒന്നുണ്ട്. ആ നിത്യമായത് ഒന്ന് നമ്മൾ പ്രാപിക്കണമെങ്കിൽ നാം ദൈവരാജ്യത്തിൽ ചെല്ലുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഇബ്രായലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇബ്രായലേഖനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സ്തോത്രം. ഇബ്രായലേഖനം 11-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അല്ലെങ്കിൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നും നമുക്ക് വായിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 5-24 ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നതിന് പകരം സെപ്റ്റുവജിന്റിൽ പരിഭാഷയിൽ ഹാനോക്ക് ഹല്ലേലൂയ, ഹാനോക്ക് സ്തോത്രം ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തു എന്നുള്ളതാണ്. ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞ 24 മണിക്കൂറും ഒരു മനുഷ്യൻ ഹല്ലേലൂയ ആമേനെ പോലെ ദൈവം നമ്മോട് കൂടെ നടക്കുന്നു എന്നുള്ളതല്ല അതിനകത്തെ. അതിൽ നമ്മൾ ചിന്തിക്കുന്നത് അവന് ലഭിച്ച ജീവിതകാലം മുഴുവൻ അവൻ ദൈവത്തോട് പ്രസാദമുള്ളത് ദൈവഹിതമനുസരിച്ച്
ദൈവ ഇഷ്ടത്തിന് ജീവിച്ചു എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തിൽ അശുദ്ധി പ്രവേശിക്കാതെ, തന്റെ ജീവിതത്തിൽ ലോകത്തിന്റെ ചിന്തകൾ കടന്നു വരാതെ, സൃഷ്ടമായി ദൈവത്തിന്റെ ഹിതം ശരിയായിട്ട് മനസ്സിലാക്കി ദൈവിക പാതയിലൂടെ നടന്നവരാണ് ഹല്ലേലൂയ ഹാനോക്ക് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹാനോക്ക് വിശ്വാസ വീരൻ മാത്രമല്ല, ഒരു പ്രവാചകനുമായിരുന്നുവെന്ന് യൂദയുടെ ലേഖനം 14 വാക്യം വായിക്കുന്നുണ്ട്. വിശ്വാസ വീരൻ മാത്രമല്ല, ഒരു പ്രവാചകനും കൂടെ ആയിരുന്നു ഹാനോക്ക്. ഹല്ലേലൂയ. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കൂ എന്ന് ആമോസിന്റെ ലേഖനം 3:3 എന്ന് വാക്യം പറയുന്ന പോലെ ഹാനോക്കിനുള്ള ബന്ധത്തിൽ ശ്രദ്ധേയമാണ്. ദൈവത്തോടു കൂടെ നടന്നതിനാലാണ് ഹാനോക്കിന്റെ വിശ്വാസം വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ഉള്ളിൽ വിശ്വാസം വെളിപ്പെടണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്ന് നടക്കണം. ലോകത്തെ നീ ഒഴിവാക്കണം, ലോകക്കാരെ ഒഴിവാക്കണം. ഹല്ലേലൂയ. നിന്റെ കൂടെ നടക്കാൻ യോഗ്യനായവൻ യേശു മാത്രമാണ്. അതുകൊണ്ട് കൂട്ടായ്മയും ഐക്യവും വിധേയത്വവും ആശയും എന്നിവയാണ് ഒരുമിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ദൈവത്തോട് കൂടെ നടന്നു പറയുമ്പോൾ അതിനകത്ത് നടന്നു എന്ന വാക്കുകൊണ്ട് ദൈവത്തുള്ള കൂട്ടായ്മ, ദൈവത്തുള്ള ഐക്യം, ദൈവത്തുള്ള വിധേയത്വം, ദൈവത്വ ആശ്രയം എല്ലാം അതിനകത്ത് നടക്കുക എന്ന വാക്കിനകത്തുണ്ട്. അപ്പോൾ മാത്രമല്ല, സ്തോത്രം, കാണാതെയായി എന്ന് പറയുന്നതിനാൽ അവൻ എടുക്കപ്പെട്ടതിന് ശേഷം മറ്റുള്ളവർ അവനെ അന്വേഷിച്ച് നടന്നു കാണും എന്ന് ചിന്തിക്കാവുന്നതാണ്. ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിന് കഴിഞ്ഞ ശേഷം അന്നത്തെ കാലഘട്ടത്തിലെ ജനമെല്ലാം ഹാനോക്ക് എവിടെ പോയി, ഹാനോക്ക് എവിടെ പോയി എന്ന് ചോദിക്കുന്നൊരു അനുഭവം വന്നിരിക്കുക കാണാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, അവന്റെ അതരങ്ങളും അല്ലെങ്കിൽ അടങ്ങിയിരുന്നില്ല. അല്ലെ, ഹാനോക്കിന്റെ അതരങ്ങളും അടങ്ങിയിരുന്നില്ല. അവൻ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവനായിരുന്നു, എന്റെ ഭവനത്തിൽ പറയുന്നവനായിരുന്നു, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നവനായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ജലപ്രളയത്തിൽ രക്ഷപ്പെട്ട് പെടണമെങ്കിൽ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുകയുള്ളൂവെന്ന് നോഹയ്ക്ക് ബോധ്യപ്പെട്ടതുപോലെ ഹാനോക്കിനും മനസ്സിലായി എന്താണ് ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് മോചനമുള്ളൂ എന്ന് ഹാനോക്കും ചിന്തിച്ചു. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, വരാൻ പോകുന്ന ദൈവിക ന്യായവിധിയിൽ നിന്ന് നിനക്ക് മോചനം വേണമെങ്കിൽ, ആ ദൈവിക ന്യായവിധിയിൽ നീ അകപ്പെട്ട് നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് കൂടെ നടക്കണം. അവന്റെ കൂട്ടായ്മ നീ പങ്കാളിയായി മാറണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്ക്, ഹല്ലേലൂയ, ഹാനോക്ക് മരണം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് ജലപ്രളയത്തിന് മുമ്പ് മരണം കാണാതെ എടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് ഹാനോക്ക്. ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടത്തിലാണല്ലോ ജലപ്രളയം എന്ന് പറയുന്നത്. അതിനു മുമ്പേ മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തി ഹാനോക്ക്. ക്രിസ്തുവിന്റെ 2ാം വരവെങ്കിൽ മരണം കാണാതെ എടുക്കപ്പെടുന്ന വിശ്വാസികളുടെ പ്രതിപുരുഷനാണ് ഹാനോക്ക് എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായി. യേശു മധ്യാകാശത്തിൽ വരുമ്പോൾ മരണം കാണാതെ എടുക്കപ്പെടുന്ന ഹല്ലേലൂയ ഒരു വലിയ കൂട്ടം ജനങ്ങളുണ്ട്. അവരുടെ പ്രതിരൂപമാണ് ഹാനോക്ക് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കുടുംബജീവിതം നയിക്കുകയും ഹല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് ഹാനോക്കിന്റെ ജീവിതം വെളിപ്പെടുത്തി. കുടുംബജീവിതം നടത്താം, ഭാര്യയും മക്കളും ഒക്കെ നമുക്ക് വേണം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവത്തോട് നടക്കാൻ പറ്റുമെന്ന് ഹാനോക്ക് തെളിയിക്കുക. കാരണം 65 വയസ്സായപ്പോൾ മെഥൂശലഹിനെ ജനിപ്പിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം ഹാനോക്കിന് പുത്രിമാരും ജനിച്ചിട്ടുണ്ട്. അവർ കുടുംബമായിട്ട് ജീവിച്ചു. എന്നിട്ടും ഹാനോക്ക് ദൈവത്തിൽ നിന്ന് പിന്നോക്കം പോകാതെ, ദൈവത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ, ദൈവം കൊടുത്ത ശുശ്രൂഷയ്ക്കനുസരിച്ച് താനൊരു വിശ്വാസ എന്നുള്ള നിലയിലും, താനൊരു പ്രവാചകൻ എന്നുള്ള നിലയിലും അവൻ ദൈവശബ്ദം കേൾക്കാൻ തയ്യാറായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവശബ്ദം കേൾക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഹാനോക്കിനെ പോലെ ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുന്നുണ്ടോ? ഹാനോക്കിനോട് പോകാൻ പോലെ ദൈവത്തിന്റെ കൂട്ടായ്മ നീ പങ്കാളിയായിരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ കർത്താവ് മധ്യാകാശത്തിൽ വരുന്നതിന് മുമ്പ്, വെളിപ്പെടും മുമ്പ് നീ ഈ ലോകത്തിന്റെ ജീവിതത്തെ വിട്ടിട്ട് നീ കർത്താവായ യേശുവിനോട് ചേർന്ന് നടക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. നിനക്ക് ലഭിച്ചിരിക്കുന്ന താൽക്കാലികമായ ജീവിതമുണ്ടല്ലോ, ആ
അതും ഒരു പ്രഹസനമാക്കി കളയരുത്. നിന്റെ ജീവിതം പ്രഹസനമാക്കി കളഞ്ഞാൽ നിന്റെ അവസാനം എന്ന് പറയുന്നത് നിത്യമായ നരകമായിരിക്കും. അതുകൊണ്ട് ഹാനൂക്കിനെ പോലെ സത്യസന്ധനായി, വിശ്വസ്തനായി, നിഷ്കളങ്കനായി, ഹല്ലേലൂയ, ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതം സന്തോഷമാക്കി മാറ്റണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തെ വചനം വായിക്കാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. കുടുംബമായിട്ട് ജീവിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും, ദൈവാലോചനയ്ക്ക് നടക്കാൻ കഴിയും. ഹല്ലേലൂയ. അവൻ 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുന്നത് ചില തർജ്ജിമകളിൽ കാണുന്നത് പോലെ അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി നടന്നു എന്നായിരിക്കാം അർത്ഥമാക്കുന്നത്. 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി നടന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവേ, ഈ ഭൂമി നിനക്ക് തന്നിരിക്കുന്ന അവസരം, നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിട്ടാണോ, പ്രിയപ്പെട്ടവളായിട്ടാണോ നീ നടക്കുന്നത്? ലോകത്തെ തൃപ്തിപ്പെടുത്തുവാൻ നല്ല നമ്മുടെ ജീവിതം, ലോകത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവൻ, ലോകത്തിൽ നമ്മൾ ശ്രേഷ്ഠൻ എന്നുള്ള പേര് കേൾക്കുന്നത് അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. ഹാനോക്കിനെ കുറിച്ച് ചിന്തിക്കും, അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. അത് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ആ ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ വഴികളിൽ നടക്കണം, ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ഇന്നും കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്താണ്, തലമുറ ദൈവത്തിന് അകന്നുപോയി, സകല ജനങ്ങളും ദൈവത്തിന് അകന്ന് ദൈവ വഴി വിട്ട് ജീവിക്കുന്നത് കൊണ്ട് വരാൻ പോകുന്ന ഭയങ്കര ന്യായവിധിയിൽ ആരെല്ലാം ഉൾക്കൊള്ളുമെന്ന് ഈ ഭൂമിയിൽ തന്നെ ദൈവാത്മാവ് പലപ്പോഴും നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം രക്തം ചെയ്യാം. അല്ലേലേ, ഈ ലോകം നമുക്ക് ഒരിക്കലും അനുകൂലമല്ല. ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നിയമങ്ങൾ, ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളും പൂർവികന്മാർ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന കർമ്മ ജടികമായ ഒന്നും നമുക്ക് അനുകൂലമല്ല. വിടേണ്ടതിനെ വിടണം, അല്ലെങ്കിൽ ചേർക്കണം. ഹല്ലേലൂയ. എല്ലാവരോടും കൂടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ഈ ഭൂമിയിലുള്ള എല്ലാവരോടും കൂടെ നടക്കാൻ പറ്റുമോ? എല്ലാവരോടും കൂടെ വാസം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് നടക്കാൻ, നമുക്ക് കൂട്ടുകൂടാൻ, നമ്മുടെ കൈപിടിക്കുവാൻ, നമ്മെ ചേർത്ത് പിടിക്കുവാൻ, നമ്മെ നടത്തുവാൻ, നമുക്ക് നല്ല ആലോചന, നല്ല ചിന്തകൾ തരും, നമ്മെ സ്നേഹിക്കുന്ന, നമ്മളെ ജീവന് തുല്യം ചേർത്ത് പിടിക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ കൂടി തരാൻ സന്നദ്ധനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ വേണം നീ നടക്കാൻ. എങ്ങനെ നടക്കാം? അവന് പ്രിയപ്പെട്ടവനായി അവന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നമ്മൾ നടക്കണം. പ്രൈസലോ. അതിന് കുടുംബമൊന്നും പ്രശ്നമില്ല. ചിലർ പറയുന്നത് ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നൊക്കെയാ പറയുന്നത്. ഭാര്യയും മക്കളും ഹാനോക്കിനില്ലായിരുന്നു ശ്രോതാവി. ഹാനോക്കിന് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അല്ലേ? അശുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും ഹാനോക്കിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടില്ല. അശുദ്ധിക്ക് സ്ഥാനം കൊടുത്തില്ല. ഈ കാലഘട്ടത്തിലെ പോലെ സകല ദുഷ്ടന്മാരും സകല അശുദ്ധിയൊന്നും ഉണ്ടായിരുന്നു എന്ന് നോഹയുടെ കാലത്തെ പ്രളയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിലേക്കൊന്നും ഹാനാക്ക് വഴുതി വീഴാതെ അല്ലേ തന്റെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചു, തന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു, തന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പ്രവചനത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട അനുഭവത്തിൽ ഹാനോക്ക് ഒരിക്കൽ പോലും പിന്നോക്കം പോകാതെ ഹല്ലേലൂയ കർത്താവിനെ പ്രസാദിപ്പിച്ചു എന്നാ കേട്ടോ. ഞാൻ ആ വചനം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നത് കർത്താവിൻ്റെ ഹാനോക്കിനെ പോലെ പ്രിയപ്പെട്ടവനായി ജീവിക്കുന്ന ഒരു വലിയ തലമുറ ഇത് എഴുന്നേൽപ്പിക്കണമേ. കർത്താവിൻ്റെ കൂട്ടായ്മയിലും അവനുള്ള സൗഹൃദത്തിനും അവനുള്ള ബന്ധത്തിലും ആ പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ ഈ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി മാറണം. ലോകത്തിന് നമ്മൾ പ്രിയപ്പെട്ടവനായി മാറിയത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. അതൊക്കെ കൊണ്ടല്ലേ സ്തോത്രം. സ്തേഫാനോസൊക്കെ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചത് കൊണ്ടല്ലേ ആമീൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, സത്യവിശേഷം വിളിച്ചു പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലെ ജനങ്ങളെല്ലാം കലിതുള്ളി അവനെതിരെ പല്ല് കടിച്ച് വന്നവനെ പട്ടണത്തിൽ പുറത്താക്കി അവനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും ഹല്ലേലൂയ ഹാനോക്കിന്റെ മറുപടി എന്തായിരുന്നു? കർത്താവ്, ഈ പാപം ഇവർക്ക് കണക്കരുത് എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി കർത്താവിന് വേണ്ടി രക്തസാക്ഷ്യം വരിച്ച ഹാനോക്കിനെ കർത്താവിന് വേണ്ടി രക്തസാക്ഷ്യം വഹിച്ച സ്തേഫാനോസിനെ പോലെയൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഹാനോക്ക് നിഷ്കളങ്കനായിരുന്നു, സ്തേഫാനോസ് നിഷ്കളങ്കനായിരുന്നു, പൗലോസ് നിഷ്കളങ്കമായി പ്രവർത്തി ചെയ്തു. യേശുവിന്റെ കൂടെ അപ്പോസ്തലന്മാരൊക്കെ പിന്നത്തേതിൽ സത്യസന്ധരായി നിഷ്കളങ്കരായി കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരുന്നു. ഹല്ലേലൂയ. അതെ, നീ നിഷ്കളങ്കനാണോ?
കർത്താവിന് പ്രിയപ്പെട്ടവനാണോ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി നടന്നു എന്നാണ് എൻ്റെ അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്നതാണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എബ്രായ ലേഖനം 11:5 പൗലോസ് രേഖപ്പെടുത്താൻ കാരണമായി തീർന്നത്. ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു എന്ന് യൂദയുടെ ലേഖനം 14 വാക്യത്തിൽ നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. അവിടെ നമുക്ക് വെളിപ്പെടുത്തി ഈ പ്രവചനത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് വ്യക്തമല്ല. ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു. ആ പ്രവചനം എന്തായിരുന്നു, ആ ഉറവിടം എവിടെ ആയിരുന്നു നമുക്ക് വ്യക്തമായി രേഖപ്പെടുന്നില്ലെങ്കിലും, പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പ്രവചനം കാണുന്നില്ലെങ്കിലും മരണം കാണാതെ എടുക്കപ്പെട്ട മറ്റൊരു പ്രവാചകനാണ് ഏലിയാവ്. മരണം കാണാതെ എടുക്കപ്പെട്ട മറ്റൊരു പ്രവാചകനാണ് ഏലിയാവ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഇവിടെ നാം ദൈവത്തിന് വഹിക്കുമ്പോൾ എടുക്കപ്പെട്ട ഏലിയാവും രണ്ടുപേരും ന്യായവിധിയെക്കുറിച്ച് പ്രവചിച്ചവരാണ്. ഹല്ലേലൂയ. ഹാനോക്കും ന്യായവിധിയെക്കുറിച്ച് പ്രവചിച്ചവരാണ്. ഏലിയാവും ന്യായവിധിയെക്കുറിച്ച് പ്രവചിച്ചവരാണ്. ദൈവത്തോട് കൂടെ നടന്ന നോഹയും നമ്മിലെ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം നോഹയുടെ വംശാവലിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ കാണും, എന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്ന് നോഹ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. ഹാനോക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. ഏലിയാവ് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. സ്തേഫാനോസ് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹാനോക്കും ഹല്ലേലൂയ നോഹയും ഏലിയാവും ഒക്കെ ആമീൻ സ്തോത്രം ആമീൻ സ്തേഫാനോസ് ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രസംഗം എന്താ? ചപ്പും ചവറും എല്ലാമാണ് പ്രസംഗിക്കുന്നത്. വേദപുസ്തകത്തിനകത്ത് 31,174 വാക്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത്രയും വാക്യങ്ങൾ തന്നിട്ടും ആ വാക്യം വ്യാഖ്യാനിക്കാനും ഗ്രഹിക്കുവാനും പ്രസംഗിക്കുവാനും വേണ്ടുന്ന കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആത്മാവിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തും, വചനത്തിന്റെ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടിയിട്ട് ദൈവം പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഈ പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരെയൊക്കെ പറഞ്ഞ് ജനത്തെ രസിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ശുശ്രൂഷകൾ സഭയ്ക്കകത്ത് തരങ്ങേറുന്നു. ഹല്ലേലൂയ. അത് ദൈവികമല്ല. ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവവചന ശുശ്രൂഷയാണ്. അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അത് വിശുദ്ധിയിലായിരിക്കണം. ന്യായവിധിയെ കുറിച്ചായിരിക്കണം. അത് രക്ഷയെ കുറിച്ചായിരിക്കണം. നിത്യജീവനെ കുറിച്ചായിരിക്കണം. വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ആസ്പദമാക്കി മാത്രമായിരിക്കണം. അല്ലാതെ ചപ്പും ചവറും ഒന്നും പ്രസംഗിക്കുന്നതല്ല ദൈവത്തിന്റെ ശുശ്രൂഷ കേട്ടോ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ അനവധി ദൈവദാസന്മാർക്ക് പ്രസംഗിക്കണമെങ്കിൽ മലയാള മനോരമയും കൗമുദിയും ദീപാവലിയും ദേശാഭിമാനിയൊക്കെ വായിക്കണമെന്ന്. അല്ലെങ്കിൽ പലർക്കും ശുശ്രൂഷിക്കണമെങ്കിൽ പത്രവാർത്ത വേണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, പത്രവാർത്ത വേണ്ട. ഒരു വിശുദ്ധനെ പ്രസംഗിക്കുവാൻ പത്രത്തിലെ വാർത്തകൾ വേണ്ടെന്നാണ്. ഇവിടുത്തെ മറ്റു പുസ്തകങ്ങൾ രാഷ്ട്രീയക്കാരുടെ വാർത്തകളൊന്നും വേണ്ട നമുക്ക് പ്രസംഗിക്കുവാൻ. നമുക്ക് പ്രസംഗിക്കുവാൻ ദൈവം വേദപുസ്തകത്തിൽ ഇഷ്ടംപോലെ വിഷയം തന്നിട്ടുണ്ട്. അല്ലേ? പഴയ നിയമം വായിച്ചാലും പുതിയ നിയമം വായിച്ചാലും നിന്റെ ജീവിതകാലം മുഴുവൻ പ്രസംഗിച്ചാലും തീരാത്തതുപോലെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കണം. മനുഷ്യൻ മുഴുവൻ പാപത്തിൽ വീണ് കിടക്കുന്നു, ശാപത്തിൽ വീണ് കിടക്കുന്നു, കെട്ടപ്പെട്ട് കിടക്കുന്ന ബന്ധനത്തിനാണ്, കൂരിരുളിന്റെ അനുഭവത്തിലാണ് മനുഷ്യൻ മരണനിഴലിൻ താഴിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഏത് സമയത്തും അപകടങ്ങളുണ്ടാകാം, അനർത്ഥങ്ങളുണ്ടാകാം, ഏത് സമയത്തും പ്രശ്നങ്ങൾ വരാം. മനുഷ്യനെ ചതിക്കുന്ന, മനുഷ്യനെ പാപത്തിലേക്ക് വലിച്ചടിക്കുന്ന സാത്താൻ മനുഷ്യനോട് കൂടെ നാം ചേർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ കാണുമ്പോൾ ഇനി നീ അടങ്ങിയിരിക്കാതെ എഴുന്നേറ്റ് ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ, ഏലിയാവിനെ പോലെ നീ ന്യായവിധിയെ കുറിച്ച് സംസാരിക്കണം. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊരു മനസ്സാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നാം ദൈവവചനത്തെ യാതൊരു മറയും കൂടാതെ പ്രസംഗിക്കണം. നമ്മൾ ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോഴേ ആൾക്കാരുടെ മുഖം നോക്കി പ്രസംഗിക്കരുത്. ഇന്നത്തെ പ്രസംഗത്തിൽ ആൾക്കാരുടെ മുഖം നോക്കും, പിന്നെ പേഴ്സ് നോക്കും, പോക്കറ്റ് നോക്കും, പിന്നെ വിദേശത്തേക്ക് പോകാൻ വല്ല അവസരം വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മൾ പിന്നെ വിശുദ്ധിയെക്കുറിച്ചൊന്നും പ്രസംഗിക്കത്തില്ല. ഇന്നത്തെ കാലത്ത് വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ അപൂർവങ്ങളാണ്.
അല്ലെങ്കിൽ 110 പേര് പോലും വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കാൻ കാണത്തില്ല. കാരണം വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിച്ച സഭയ്ക്കകത്ത് ആള് കാണത്തില്ല. ലേലിയ വിശുദ്ധി, അവൻ പോയ വഴികളും അവൻ ചെയ്ത പ്രവർത്തികളും അവൻ നടന്നതും തിന്നതും കുടിച്ചതും അവന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ സംഭവങ്ങൾ ദൈവവചന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് വചന വെളിപ്പെടുത്തി തന്ന് അത് ദൈവസഭയ്ക്കകത്ത് പ്രസംഗിക്കുമ്പോൾ ലേലിയ പലരും സഭയിൽ നിന്ന് വിട്ടുപോകും. അത് പേടിച്ചിട്ട് ഇന്നത്തെ പാസ്റ്റർമാർ ഉപദേശിമാര് അവർ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കത്തില്ല, വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കത്തില്ല. കാരണം സഭയിൽ ഇവരൊക്കെ പോയാൽ എന്ത് ചെയ്യും? പോയത് പോട്ടെന്ന് വെക്കണം ചേട്ടാ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര ഉപദേശി, പോയത് പോട്ടെന്ന് വെക്കൽ. വിശുദ്ധി ഇല്ലാത്തതിനെ സഭയ്ക്കകത്ത് ഇരുത്തി സഭയെ അശുദ്ധമാക്കിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അല്ലെങ്കിൽ വിശുദ്ധി ഉള്ളത് സഭയ്ക്കകത്ത് ഇരുന്നാൽ മതി എന്നത്. മദ്യപിക്കാത്തത്, മയക്കുമരുന്ന് അടിമയാകാത്ത, ഈ ലോകത്തിലെ ജഡിക ജീവിതം നയിക്കാൻ തുറന്നടുപ്പില്ലാത്തത്, വ്യഭിചാര കുറ്റത്തിൽ പെടാത്തത്, അശ്ലീലമായ ജീവിതത്തിലൂടെ പോകാത്തത്, ബ്ലേഡ് ഇല്ലാത്തത്, അങ്ങനെ ദിവ്യാഗ്രഹം അല്ലാത്ത യഥാർത്ഥമായി അലറിയ ദൈവത്തോട് കൂടെ നടക്കാൻ യോഗ്യനായിരിക്കുന്ന ഹാരൂക്കിനെ പോലെയുള്ള ചിലര് ദൈവസഭയ്ക്കകത്ത് ഇരുത്തിയാൽ മതി എന്നാണ്. അത് രണ്ടുപേരായാലും അത് മതിയെന്നാണ് ഞാൻ പറയുന്നത്. ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തുള്ളൂ. അല്ലാതെ കുറെ അശുദ്ധി ഘട്ടനയൊക്കെ കൊണ്ട് ദൈവസഭയ്ക്കകത്ത്, ഞങ്ങളുടെ സഭയ്ക്കകത്ത് 500 ഉണ്ട്, 600 ഉണ്ട്, 1000 ഉണ്ട്, 10,000 ഉണ്ടെന്ന് പറഞ്ഞ് എത്ര പേരുണ്ട് വിശുദ്ധിയിനകത്ത് ജീവിക്കുന്നത്? നമ്മൾ നോക്കിയാൽ ഈ കൺവെൻഷനൊക്കെ നടക്കുന്ന സ്ഥലം നമ്മൾ കണ്ടിട്ടില്ലേ? കൺവെൻഷനൊക്കെ നടക്കുന്ന സ്ഥലത്ത് കൺവെൻഷനകത്ത് ഭയങ്കര ആള് കൂടി വന്ന് കസേരകളൊക്കെ നിറഞ്ഞു കൂടി, പിന്നെ ഇരിക്കാൻ സ്ഥലമില്ലാതെ വരും. എത്ര പേരകത്ത് വിശുദ്ധിയുള്ളവരുണ്ട്? അല്ലേലിയ. അതിനകത്ത് വിശുദ്ധി ഉള്ളവർ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു കത്രമേശ നടക്കുമ്പോഴോ അവിടെ തിരുവത്താഴ് നടക്കുമ്പോൾ വരുന്നവരെല്ലാം തിന്നിട്ട് പോകും. അല്ലേലിയ. എനിക്കറിയാം, ഞാൻ ചില കൺവെൻഷൻ കണ്ടിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും കത്രമേശ എടുക്കും. ഇത് മുമ്പിൽ കൂടെ വരുമ്പോൾ അപ്പം എടുക്കും, വീഞ്ഞും എടുക്കും. കിട്ടിയതല്ലേ തിന്നിട്ട് പോകുന്ന എന്താ കുഴപ്പം? നിന്റെ ഭവനത്തെ ന്യായവിധി മാറത്തില്ല കേട്ടോ. ലേരിയ സ്വതന്ത്രം. എൻ്റെ കുടുംബത്തിന് ന്യായവിധി മാറും. പണ്ട് ഈ കുമ്പനാടൊക്കെ കൺവെൻഷൻ നടക്കും. കൺവെൻഷന് ശേഷമായിട്ട് അവസാനത്തെ ഞായറാഴ്ച തിരുവത്താഴ് ശുശ്രൂഷ കഴിയുമ്പോൾ അവിടെ നിന്ന് ദൈവദാസന്മാർ അഭിഷേകത്തെ പ്രാർത്ഥിച്ച് വെച്ച് വീഞ്ഞ് ഒരുപാട് മിച്ചം വരും. അല്ലേരിയ. അതിനെന്ത് ചെയ്യും? അവസാന ദിവസമാകുമ്പോൾ അനവധി ആളുകൾ ഇഷ്ടംപോലെ കുപ്പിയൊക്കെ സ്വരൂപിച്ച് പിടിക്കും. എന്നിട്ട് അവരെല്ലാം കുപ്പിക്കകത്ത് നിറച്ചു കൊണ്ടുപോകും. കുപ്പിക്കകത്ത് നിറച്ചു കൊണ്ടുപോകും. ആ കുപ്പിക്കകത്ത് നിറച്ചു കൊണ്ടുപോയി അവരവരുടെ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് കുഞ്ഞു കുട്ടികൾ അടക്കരുത് കുടിക്കും. ഞങ്ങളൊരിക്കൽ സുവിശേഷ പ്രവർത്തനമായ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു മുന്തിരി വീഞ്ഞ് തന്നു. അല്ലേരിയ. അപ്പൊ മുന്തിരി വീഞ്ഞ് തന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നത്, എവിടെ നിന്ന് കിട്ടിയതാണ്, കടയിൽ നിന്ന് വേഗം വാങ്ങിയതാണെന്ന് ചോദിച്ചു. കടയിൽ നിന്ന് വാങ്ങാണ് ഒരു സിറപ്പിന്റെ മണമൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഞാൻ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയത് നല്ല മാസമായി. അത് കുമ്പനാട് പോയിട്ടുണ്ടായിരുന്നു. കുമ്പനാട് പോയപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഒരു 3-4 കുപ്പിക്കകത്ത് നിറച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് വീട്ടിൽ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് വരുന്നവർക്കെല്ലാം ഊറ്റി കൊടുക്കുക. അല്ലേരിയ. എന്നെ കേൾക്കുന്ന അങ്ങനെ ചെയ്യരുത്. ആ വീഞ്ഞ് അവിടെ പ്രാർത്ഥിച്ചു വെച്ചതാ. അത് പ്രാർത്ഥിച്ച് അവിടുത്തെ ദൈവജനത്തിന് കൊടുത്തതാ. അത് അഭിഷേകന്മാർ അരിവിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്താൽ അത് നിങ്ങൾ അവിടെ വെച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് കൂടുതൽ കുടിക്കും. നിങ്ങൾ അവിടെ വെച്ച് കുടിച്ചിട്ട് പോരെ. അല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വരുന്നവർക്കെല്ലാം ഊറ്റി കൊടുക്കരുത്. അങ്ങനെ ഊറ്റി കൊടുത്തൊരു സഹോദരി ഉണ്ട് കേട്ടോ. അവസാനം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റും ചിന്തിക്കുന്നത്, അവസാനം ദൈവത്തിന്റെ ന്യായവിധിയുടെ കര സൗകര്യം വന്നു കേട്ടോ. അല്ലേ സാവിയുടെ കരം വന്നു. പിന്നീട് ഞാൻ വീട്ടിൽ ചെന്ന് ഓർപ്പിച്ചു. അല്ലേലിയ. ഞാൻ പിന്നീട് അങ്ങനെ ആ അവസ്ഥയിൽ കടന്നു പോയി ഞാൻ സൗകര്യം ഓർപ്പിച്ചു, നിങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ നിങ്ങൾ അന്ന് ചെയ്തു. അതിന്റെ ന്യായവിധി ആയിരിക്കും ഒരുപക്ഷെ ഇന്നിപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന. അതുകൊണ്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞ മാഫിയോധിക്ക് മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം കേട്ടോ. വിശുദ്ധി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അശുദ്ധിയാ. അല്ലേരിയ. ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാ. ഹാരൂക്ക് എന്ന് പറയുന്ന വ്യക്തി വിശുദ്ധി അശുദ്ധമായത് തന്റെ ജീവിതത്തിൽ പ്രവേശിച്ചില്ല. അവന് മനസ്സിലായി, ഹാരൂക്കിന് ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെയാ. അതുകൊണ്ട് എല്ലാവരും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഹാരൂക്ക് ഉത്സാഹിച്ചു. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണാൻ കഴിയുകയില്ലെന്ന് ഹാനൂക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? വിശുദ്ധിക്ക് അതിപ്രാധാന്യം കൊടുത്തു. അല്ലേലിയ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അതിപ്രാധാന്യം കൊടുക്കുന്ന എന്തിനാ? അല്ലേലിയ. ചിലരോടൊക്കെ ചോദിച്ചാൽ അതിപ്രാധാന്യം ഭാര്യയ്ക്കാണ്, മക്കൾക്കാണ്, സമ്പത്തുകൾക്കാണ്, ജോലിക്കാണ്. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ സ്വയത്തിന്, താങ്കളുടെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഏറ്റവും കൂടുതൽ പ്രാധാന്യം ജീവിതത്തിൽ വിശുദ്ധിയായിരിക്കണം. ദൈവം വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്.
അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ് അങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്ക് ക്രിസ്തുവിനോടൊപ്പം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അശുദ്ധി എന്നെ പ്രവേശിക്കാതിരിക്കാൻ ഞാൻ ഒരു 90 അല്ല 100% ശ്രമിച്ചുകൊണ്ടായിരിക്കുന്നത്. അല്ലേരിയ. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ പൂർണ്ണ വിശ്വത്തിനാണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല. നമ്മൾ അത്ര എത്തണം. അല്ലേരിയ. മാത്രമല്ല, ക്രിസ്തുവിന്റെ നിറവിനോളം നിറഞ്ഞു വരണമെന്നാണ്. നമ്മൾ ക്രിസ്തുവിന്റെ നിറവിൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ നിറവിനോളം നിറയണം. അല്ലേ? നമ്മുടെ തലയായ ക്രിസ്തുവിൽ നമ്മളെപ്പോഴും ഒതുങ്ങിയിരിക്കും. നമ്മെ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം, ദൈവത്തിന് ക്രിസ്തു കീഴടങ്ങിയില്ല, ക്രിസ്തുവിന് നമ്മൾ കീഴടങ്ങി, നമ്മൾക്ക് കീഴടങ്ങി സഹോദരിമാർ ജീവിക്കണം, സഹോദരി മാതാപിതാക്കൾ കീഴടങ്ങി മക്കൾ ജീവിക്കണം. അല്ലേരിയ. എല്ലാത്തിൻ്റെ തല ദൈവം. അല്ലേരിയ. അതുകൊണ്ട് ഹാനോക്ക് അതനുസരിച്ചു എന്നുള്ളതാണ്. അല്ലേലിയ. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, അടുത്ത നിമിഷം നീ ഭൂമിയിൽ കാണുമെന്ന് നിനക്ക് എന്താ ഉറപ്പ്? രക്തം ചെയ്യും. അടുത്ത പ്രഭാതം കണ്ണു ചിമ്മി എഴുന്നേറ്റ് വന്ന് സൂര്യൻ ഉദിച്ച് സൂര്യപ്രകാശം കാണുമെന്ന് നിങ്ങൾക്ക് എന്തുറപ്പുണ്ട്? അല്ലേലിയ. കഴിഞ്ഞ രാത്രി നീ പലരോടും പറഞ്ഞ് രാവിലെ കാണാമെന്നല്ലേ നീ പറഞ്ഞിട്ട് പോയത്? പലർക്കും രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നില്ല, രാവിലെ ഗുഡ് മോർണിംഗ് പറയാൻ നീ കാണുമോ? അല്ലേലിയ. പലരും ഇല്ലെന്നേ. അല്ലേലിയ. രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അല്ലെങ്കിൽ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കിടന്നു, എന്നിട്ട് പറഞ്ഞു രാവിലെ കാണാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞ് കിടന്ന പലരും പ്രഭാതം കാണാൻ കഴിയാതെ, കണ്ണ് തുറക്കാൻ കഴിയാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എൻ്റെ നിന്റെ അവസ്ഥ അതാണ്. ലേരിയ. നമ്മുടെ അവസ്ഥ അതാണ്. രാത്രി നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നെങ്കിൽ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ നമുക്ക് അവസരം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ലഭിച്ച ജീവിതം ഹാനോക്കിനെ പോലെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഇവിടുത്തെ പൊന്നിനും പണത്തിനും അല്ലേരിയ, ഇവിടുത്തെ പെണ്ണിനും വേണ്ടിയിട്ട് അല്ലേരിയ, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒന്നിനും നീ ജീവിക്കരുത്. ഹാനോക്കൊന്നും അങ്ങനെ ജീവിച്ച ആളല്ല. അല്ലേരിയ. അവർക്കൊക്കെ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയായിരുന്നു. അല്ലേരിയ. 32 സംഗീതം പറയുന്ന പോലെ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി കാണിച്ച് തരുമെന്ന് അല്ലേരിയ ദാവീദ് പറയുന്നുണ്ടല്ലോ സംഗീതം 32 എന്തോ അന്ന് പറഞ്ഞവരെ നമ്മുടെ യഹോവയായ ദൈവം ഹാനോക്കിന് നടക്കേണ്ടെന്ന് വഴി കാണിച്ചു കൊടുത്തു. നീ നടക്കേണ്ട വഴി എന്തെന്ന് കാണിച്ച് ഹാനോക്കിന് ദൈവം കൊടുത്തു. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയിലൂടെ നടത്തുമെന്ന്. അപ്പം ദൈവം നമ്മുടെ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറയും. ഹാനോക്കിന് മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുത്ത ദൈവം. അല്ലേ? ആ ദൈവം തന്നെയല്ലേ നമ്മെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയിലൂടെ നടത്തുന്ന, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു നല്ല ദൈവമാണ്, നല്ല കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ലോകത്തിന്റെ ആലോചനയല്ല നമുക്ക് ആവശ്യം. നല്ല ആലോചന തരാൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തി ശക്തിമാനുമായ ദൈവം എന്നാണല്ലോ ഇരമ്യാവ് പറയുന്നത്. അപ്പൊ ആലോചനയിൽ വലിയവൻ നമ്മുടെ കർത്താവാണ്. അവനിൽ നമ്മൾ ആലോചന കേൾക്കണം. അല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേലൂയ, ഏലിയാവും അല്ലേലൂയ ഹാനോക്കും ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടുപേരും വിഗ്രഹാരാധനയ്ക്കും വിശ്വാസത്യാഗത്തിനും എതിരായി പോരാടിയവരാണ്. അല്ലേലൂയ. ഹാനോക്കും ഏലിയാവും വിഗ്രഹാരാധനയ്ക്കും അല്ലേലൂയ വിശ്വാസത്യാഗത്തിന് എതിരായി പോരാടി. ഏരിയ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടും ഏരിയാവിനെ മനസ്സിലാക്കാം. വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമായി പോരാടി കർമ്മേലിൽ അല്ലിയ ദൈവത്തിന്റെ തീറക്കിയവനാ. അല്ലേലിയ. അതെന്റെ ജീവിതത്തിൽ വിഗ്രഹങ്ങൾ പാടില്ല. ദൈവത്തെ കൂടാതെ ഉള്ളതെല്ലാം വിഗ്രഹമാണ്. ദൈവത്തെ കൂടാതെ നിന്റെ ജീവിതത്തിൽ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നോ അതൊരു വിഗ്രഹമായിട്ട് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുക. അതുകൊണ്ട് അതിനെതിരെ പോരാടിയ ഏലിയാവിനെ പോലെ നിൽക്കണം. 2 തോണിയിൽ കാലുവെക്കരുത് ഭക്തൻ പറഞ്ഞതുപോലെ 2 തോണിയിൽ കാലുവെച്ചാൽ ഒരുപക്ഷെ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 തോണിയിൽ കാലുവെക്കരുത്. അല്ലേലൂയ. 2 തോണിയിൽ കാലുവെച്ചാൽ എന്താണ് അർത്ഥം നമുക്കറിയാം. വള്ളം വെള്ളത്തിന്മേൽ കിടക്കുന്നു, വള്ളം വെള്ളത്തിന്മേൽ കിടന്ന് വെള്ളത്തിന് മുകളിൽ ചലിക്കുന്ന വള്ളത്തിന്റെ ഇരു സൈഡിലും 2 കാൽ വെച്ചുകൊണ്ട് 2 വള്ളത്തിൽ ചവിട്ടി നിന്നാൽ വെള്ളം ഇളകുമ്പോൾ വള്ളം ഇളകും.
ലേലിയ. വെള്ളം ഇളകുമ്പോൾ വള്ളം ഇളകും. അതുകൊണ്ട് ഈ രണ്ട് തോണിയിൽ കൽപ്പിച്ചിരിക്കുന്ന മനുഷ്യന്റെ കാലുകൾ ഇളകും, അവൻ നിലം പതിച്ചു വെള്ളത്തിനടി വീഴും എന്ന് പറഞ്ഞതുപോലെ നീ രണ്ട് തോണിയിൽ കാലും വെക്കരുത്. ഹല്ലേലൂയ. നിന്റെ നടപ്പ് സ്ഥിരത ഉള്ളതായിരിക്കണം, ജീവിത സ്ഥിരതയായിരിക്കണം, ജീവിതം ക്രമപ്പെടുത്താൻ കുടുംബത്തിനകത്ത് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഞാനിങ്ങനെ ചിന്തിക്കുക, ഹാനൂക്കിന്റെ ജീവിതത്തിൽ നല്ലൊരു ടൈം ടേബിള്. തൻ്റെ ഭാര്യയും മക്കളെയൊക്കെ ഒന്നിച്ച് വിളിച്ചിരുത്തി ആ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്ന പതിവ് പക്ഷെ കാണും. ഇനി ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കേണ്ട എന്തായാലും കാലത്ത് ഹാനൂക്ക് രാവിലെ എഴുതേക്കും, എൻ്റെ ഭാര്യ കൂടെ എഴുതേക്കും, എൻ്റെ മക്കളൊക്കെ വന്നിരിക്കും. രാവിലെ നടത്തുന്ന ദൈവത്തെക്കുറിച്ച് ഹാനൂക്ക് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് കാണും. ഹല്ലേലൂയ. അവരെ ഉപദേശിച്ച് വഴി നടത്താൻ, അവർ നടക്കുന്ന വഴിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് കാണും. ഇനിയും പകലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ, സന്ധ്യയ്ക്ക് വരുമ്പോൾ ഹാനൂക്ക് തൻ്റെ ഭാര്യയും മക്കളെല്ലാം വിളിച്ച് ഒന്നിച്ച് ആ കാലഘട്ടത്തിൽ അന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നേ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, നിന്റെ ഭവനത്തിൽ പ്രഭാത പ്രാർത്ഥനയുണ്ടോ? നിന്റെ ഭവനത്തിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ടോ? സമയം കിട്ടുമ്പോൾ നിനക്ക് മാറി വേറിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി നടക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്നുള്ള ജനത്തിന്റെ വിശ്വാസം എന്താണ്? ഇന്നുള്ള ജനത്തിന്റെ വിശ്വാസം എന്താണ്? ആമി ലോകത്തെ വെറുത്ത് ഹല്ലേലൂയ സന്യാസിയായി ജീവിതം നയിച്ചാൽ കർത്താവിനെ കാണാമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ചില എന്താ പറയുക, ലോകത്തെ വെറുത്ത് അല്ലെങ്കിൽ ജനത്തെ നകന്ന് ഒരു സന്യാസ ജീവിതം നയിച്ചാൽ ഹല്ലേലൂയ ദൈവത്തോട് കൂടെ നടക്കാമെന്ന് വിശ്വസിക്കുന്നവരേറെയാണ്. അങ്ങനെ നടക്കുന്നവരുണ്ട്, സ്തോത്രം, അങ്ങനെ നടക്കുന്നവരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്നു ചെയ്തെങ്കിൽ മാത്രമേ, സന്യാസിയെ തപസ് ചെയ്ത് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാൻ സാധിക്കുള്ളൂ എന്ന് പല ക്രിസ്തീയ സഭകളും ഹല്ലേലൂയ ആമെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഭാര്യയും മക്കളെയും വെറുത്താൽ മാത്രമേ ദൈവത്തോട് കൂടെ ഐക്യം പുലർത്തുവാൻ കഴിയുള്ളൂ. ഭാര്യയും മക്കളെയും വേണ്ടെന്ന് വെച്ചെങ്കിൽ മാത്രമേ, അപ്പനെ അമ്മയും വേണ്ടെന്ന് വെച്ചെങ്കിൽ മാത്രമേ ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന അനവധി ക്രൈസ്തവ സഭകൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ക്രൈസ്തവ സഭയ്ക്കകത്തും ചിലർ കല്യാണം കഴിക്കത്തില്ലെന്ന്. എൻ്റെ ക്രൈസ്തവ സഭയ്ക്കകത്തും കല്യാണം കഴിക്കത്തില്ല. നിങ്ങൾ നോക്കി, ആദത്തിന്റെ കൂടെ ആദമിനെ ദൈവം സൃഷ്ടിച്ചവരെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു എന്നാ. ആണും പെണ്ണുമായി രണ്ടുപേരും ആദത്തിന് സൃഷ്ടിക്കകത്ത് പെണ്ണുണ്ടെന്ന്. അതുകൊണ്ട് ആദമിന് ഗാഠനിദ്ര വരുത്തിയിട്ട് അവന്റെ ഭാര്യയിൽ ഒന്നെടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി മാറ്റി അവന് തക്ക തുണയായിട്ട് കൊടുത്ത സൃഷ്ടിയിൽ തന്നെ ആണും പെണ്ണും ഏക ഭർത്താവ് ഏക ഭാര്യ, ബഹുഭാര്യത്വമില്ല. അതുകൊണ്ട് ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവന് വിവാഹിതനായിരിക്കണം, അവന് ജീവിത പങ്കാളി ഉണ്ടായിരിക്കണം, അവൻ ജീവിത പങ്കാളിയോട് കൂടി ജീവിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദമായത് ചെയ്യാൻ കഴിയുള്ളൂ. സന്യാസ ജീവിതത്തെ കുറിച്ച് പഠിപ്പിച്ച്, തപസ് ചെയ്തിട്ട് അവൻ പഠിപ്പിച്ച് ചിലരൊക്കെ ദൈവകൃപ പ്രാപിച്ചവരുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലർ പറയും സന്യാസ ജീവിതം നയിച്ചതുകൊണ്ട്, തപസ് ചെയ്തതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചു എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞാൻ അത് അത്രയും അങ്ങോട്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല. മനുഷ്യനാണോ? മനുഷ്യൻ ഉറുമ്പിനും അതിന്റെ വികാര വിചാരങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ മനുഷ്യനാണെങ്കിൽ അവന് വികാര വിചാര ജീവിയവൻ. അല്ലെങ്കിൽ അവൻ ഇതെല്ലാം ഉണ്ട്. മനുഷ്യനെ ദൈവം എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അതെല്ലാം അവന്റെ ഉള്ളിൽ, അവന്റെ ജലത്തിൽ പ്രസവമാകും. അതുകൊണ്ട് തപസ് ചെയ്ത് സന്യാസ ജീവിതം നയിച്ചത് കൊണ്ട് മാത്രമല്ല ദൈവത്തെ കാണാൻ കഴിയുന്നത്. ഹാനൂക്കിനെ പോലെ അവൻ അല്ലെങ്കിൽ പുത്രിമാരും ജനിപ്പിച്ച് കുടുംബമായി ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഇന്നത്തെ സന്യാസ ജീവിതം നയിക്കുന്ന പലരും ആമി വിവാഹം വേണ്ട, വിവാഹത്തേക്ക് ഒഴിവാക്കി ആമി സ്വന്തം മനസ്സാക്ഷി ചൂടുവെച്ച് വിവാഹം വിലക്ക് ജീവിക്കുന്ന പലരും പാപത്തിൽ വീഴുന്നുണ്ട്. എല്ലാവരും പാപികളാണ്. വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന സകല ശുശ്രൂഷകന്മാരും പാപത്തിൽ വീഴും. എന്ത് പറഞ്ഞാൽ നീ മനുഷ്യനാണല്ലോ, ജഡത്തിലല്ലേ വസിക്കുന്നത്, വികാരവും വിചാരവും നിന്റെ ഉള്ളിലുണ്ടല്ലോ. അതുകൊണ്ട് പാപം തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ആദ്യം തന്നെ ഈ വചനം ഹാനൂക്കിലൂടെ വെളിപ്പെടുന്നത്. അവൻ മെഥൂശലേഖനെ ജനിപ്പിച്ച ശേഷം 300 വർഷം ദൈവത്തോട് കൂടെ നടന്ന് പുത്രന്മാരും ജനിപ്പിച്ച കുടുംബ ജീവിതത്തോടു കൂടെ തന്നെ ദൈവവേല ചെയ്യണം. ഹല്ലേലൂയ. കുടുംബ ജീവിതത്തോട് ഭാര്യയോട് കൂടെ, ഭർത്താവിൻ്റെ കൂടെ, ഹല്ലേലൂയ, മക്കളൊക്കെ കൂടെ ഒന്നിച്ചു നിന്ന് ദൈവവേല ചെയ്യണം. അവിടെ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി നടക്കാൻ കഴിഞ്ഞാൽ മതി.
അല്ലേ? ദൈവത്തിന്റെ ആലോചനയ്ക്ക് നടക്കണം. അല്ലേ? ദൈവം പറയുന്ന വഴിയുടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് സന്യാസ ജീവിതം നയിച്ചാൽ ദൈവത്തെ കണ്ടുമുട്ടാം. സന്യാസ ജീവിതം നയിച്ചാൽ അല്ലേ, കുടുംബജീവിതം വിവാഹം ഉപേക്ഷിച്ച് നടന്നാൽ ദൈവത്തോടെ കൂടെ നടക്കാമെന്ന് പഠിപ്പിക്കുന്ന ക്രൈസ്തവ സഭകളുണ്ട്. അങ്ങനെ വിവാഹം കഴിക്കാത്ത വേർപാട് സഭകളുണ്ട്. അല്ലേരിയ അവർക്കും ഈ വികാരവും വിചാരമൊക്കെ ഉണ്ട് സ്വാഭാവി. അല്ലേരിയ എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷ എന്ന് പറയുന്നത് ഹാനോക്കിന്റെ ജീവിതം നോക്കിയാലും പിന്നെ അഹരോന്യ കുടുംബത്തിലേക്ക് ഒരു അഹരോന്യ പൗരോഹിത്യം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അഹരോനും വിവാഹിതനായിരുന്നു. അതുകൊണ്ടല്ലേ അഹരോനും മക്കളുണ്ടായത്. അഹരോന്റെ മക്കളും വിവാഹിതരായിരുന്നു. അതുകൊണ്ടല്ലേ അവർക്ക് സന്തതികളുണ്ടായത്. അല്ലേ? അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് ശുശ്രൂഷ ചെയ്യണം. അല്ലേ? അത് ദൈവവചനമാണ്. അല്ലാതെ സന്യാസവധം സ്വീകരിച്ച് സന്യാസിയായി മാറി തപസ് ചെയ്തുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കത്തില്ല, വിശുദ്ധനായി ജീവിക്കണമെന്ന് പറയുന്നതുകൊണ്ട് നീ വിശുദ്ധനല്ല. നിന്റെ ഉള്ളിൽ അശുദ്ധി ഉണ്ടെന്ന്. അശുദ്ധി വീഴും. അല്ലേരിയ സ്തോത്രം. അല്ലേരിയ തേങ്ങണ്ടാൽ തൊട്ട് നോക്കാത്തവരാരും ഇല്ലല്ലോ. അല്ലേ? തേങ്ങണ്ടാൽ എല്ലാവരും തൊട്ട് നോക്കാൻ നോക്കും. അല്ലേരി അത്രയേ ഉള്ളൂ മനുഷ്യൻ, കേട്ടോ. അല്ലേ? ഇനി നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ജഡത്തിൽ ജീവിക്കുന്ന ആളാണ്. നിങ്ങളെപ്പോലെ തന്നെ. അല്ലല്ലോ, നിങ്ങളെപ്പോലെ തന്നെ ശരീരം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് പോലെ തന്നെ ജീവൻ നിങ്ങളെപ്പോലെ, നിങ്ങളുടെ ശരീരം രക്തം നിങ്ങളെപ്പോലെയൊക്കെ ഉള്ള എല്ലാ ചിന്താഗതിക്കാരും ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ദൈവവചനത്തിലൂടെ കാര്യം പറയുന്നത്. അല്ലേരിയ അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇവിടെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുന്നതിന് തടസ്സം അവന്റെ ഭാര്യയും മക്കളും അല്ലായിരുന്നു. ഹാനോക്കിന് ദൈവത്തോടു കൂടെ നടക്കുന്നതിന് അവന്റെ ഭാര്യയും മക്കളും ഒരു തടസ്സമില്ലായിരുന്നു. അവന്റെ ബന്ധുക്കൾ സ്വന്തക്കാരൊരു തടസ്സമല്ലായിരുന്നു. അല്ലേലിയ കാരണം അവൻ എപ്പോഴും കുടുംബത്തോടു കൂടി ജീവിച്ചു. ഹാനോക്കും കുടുംബം കുടുംബത്തോടൊപ്പം നടന്ന് ദൈവത്തെ സാധിപ്പിച്ചു. ഇന്നും ചില ദൈവദാസന്മാരൊക്കെ അവരോട്, കേട്ടോ, ചില ദൈവദാസന്മാരൊക്കെ ഉണ്ട് കുടുംബത്തോട് കൂടെ നടന്ന് ഭാര്യയോടും ഭർത്താവിനോടും ഒന്നിച്ച് രണ്ടുപേരോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യുന്ന, മക്കളോടൊപ്പം ചേർന്ന് സുവിശേഷ വേല ചെയ്യുന്ന, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ദൈവത്തിന്റെ പ്രീതിക്ക് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് വേല ചെയ്യുന്ന ശക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഉണ്ട്, കേട്ടോ. ചിലരെയൊക്കെ എനിക്കറിയാം. അല്ലേരിയ എല്ലാവരും പേരൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ദൈവ വഴി വിട്ടുപോയവരുമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണം. എത്രയോ ആളുകൾ മദ്യത്തിന് ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന വിശ്വാസ ജീവിതത്തിൽ. അതുകൊണ്ട് അതൊക്കെ മാറ്റിവെക്കണം. നിങ്ങളുടെ പ്രാർത്ഥന സമയങ്ങളെ നിങ്ങൾ അധികമാക്കണം. ഇടപെടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പുവരുത്തണം. നിന്റെ ഉള്ളിൽ ഉണർവുണ്ടാകണം. അല്ലേ? ഇടപെടാതെ പ്രാർത്ഥിക്കണം. ദൈവം കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്താം. അല്ലേരിയ നമ്മുടെ ഉള്ളിൽ ഒരു ഉണർവുണ്ടാകണം. അല്ലേരിയ നിങ്ങൾക്ക് നിശ്ചയമായി കർത്താവിനോട് കൂടെ നടക്കുവാൻ കഴിയുമെന്നേ. സഞ്ചരിക്കാൻ കഴിയും. നിശ്ചയമായും കർത്താവിന്റെ കൂടെ നടക്കാൻ കഴിയും. കർത്താവിലൂടെ സഞ്ചരിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിലിരിക്കുന്ന ഹൃദയം ഇടപെടാതെ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഹൃദയം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. അല്ലേ? ഹൃദയം ഇല്ലാത്ത മനുഷ്യരൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ഹൃദയമുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരിക്കണം. അല്ലേരിയ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്ത, അതിലേക്കുള്ള സ്പന്ദനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ജീവനോടെ നടക്കുമ്പോഴും നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോഴും മാത്രമല്ല ശ്വാസോച്ഛ്വാസം. നിങ്ങൾ ഉറങ്ങുമ്പോഴും നന്നായിട്ട് ശ്വാസോച്ഛ്വാസം നടക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ഹൃദയത്തിനകത്ത് എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരിക്കണം. ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് നല്ല ഒരു ഉറപ്പുണ്ടായിരിക്കണം. അല്ലേലിയ അതുകൊണ്ട് അല്ലെ കേൾക്കുന്ന സ്നേഹിത, അല്ലേലിയ അതുപോലെ ദൈവത്തോടു കൂടെ നടക്കുന്ന ജീവിതവും അഭ്യാസത്തിൽ കൊണ്ടുവരാൻ കഴിയണം. ദാനിയേൽ ബാബിലോൺ ദേശത്ത് ഒരു പ്രധാനമന്ത്രിയെ പോലെ ഇരുന്നെങ്കിലും അവൻ ഇടവിടാതെ ദൈവത്തെ സേവിച്ചു വന്നിരുന്നു എന്ന് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേലിനെതിരെ രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവൻ നേരെ പതിപോലെ ചെയ്യുന്ന പോലെ അവന്റെ മാളികമുറി ചെന്ന് കിളിവാതിൽ തുറന്നിട്ട് താൻ ഡെയിലി ചെയ്യുന്നത് പോലെ 3 നേരം ദൈവസനി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ദാനിയേലിനെ കൊണ്ട് സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞെങ്കിലും ദൈവം ദൂതരെ അയച്ച് എങ്ങോട്ട്? സിംഹത്തിന്റെ ഉള്ളിലേക്ക് അയച്ചു. സിംഹത്തിന്റെ വായടച്ചു കളഞ്ഞു. ദാനിയേലിനൊരു കേടും കൂടാതെ സിംഹക്കുഴിയിൽ പിന്നീട് രാജാവ് ദാനിയേലിനെ പുറത്തെടുത്തു.
അല്ലേ? കാരണം എന്താ? അവൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും, ബാബിലോണിന്റെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ദൈവത്തോട് കൂടെ നടന്നു. അല്ലേലൂയ. അത് നിന്റെ അധികാരം നിനക്കുണ്ടെങ്കിലും, അധികാരത്തിന്റെ പദവിയിലായി ഇരിക്കും, നിനക്ക് എത്ര വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും, അല്ലേലൂയ, നിന്റെ ഉള്ളിൽ ക്രിസ്തു മാഞ്ഞു പോകരുത്. ദൈവത്തോടു കൂടെ നടക്കണമെന്നേ. അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മയോട് വേർതിരിച്ചത് തന്നെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നികത, വേദപുസ്തകത്തിൽ ഹാനോക്കിനെ കുറിച്ച് മൊത്തത്തിൽ 6 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ന്റെ 22, 23, 24, എബ്രായ ലേഖനം 11-ന്റെ 5, യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ മാത്രമാണ് ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ നോക്കി കാണുന്നവൻ എന്നാണ് ഹാനോക്കിന്റെ അർത്ഥം. ദൈവത്തെ നോക്കിക്കാണുന്നവൻ. അല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അല്ലേലൂയ, വേദപുസ്തക ക്രമപ്പെട്ടിയിൽ അല്ലേലൂയ ദൈവത്തിനായി പ്രതിഷ്ഠ ചെയ്യപ്പെട്ടവൻ, ദൈവത്തെ നോക്കിക്കാണുന്നവൻ, ദൈവത്തിനായി പ്രതിഷ്ഠ ചെയ്യപ്പെട്ടവൻ, ദൈവത്തിന് പ്രിയപ്പെട്ടവൻ, നാം നിഷ്കളങ്കതയോടുകൂടി നടന്നവൻ. അല്ലേലൂയ എന്നൊക്കെ ഹാനോക്കിനെ കുറിച്ച് കാണാൻ കഴിയും. അവന്റെ മാതാപിതാക്കൾ എത്രയോ പ്രവചന വീക്ഷണത്തോടു കൂടിയാണ് ആ പേരിനെ അവന് ചാർത്തിയത്. ഹാനോക്കിന്റെ മാതാപിതാക്കളെ വളരെ ആലോചിച്ച് അവർ ഭയങ്കര ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടാണ് തങ്ങൾക്കുണ്ടായ മകന് ഹാനോക്കെന്ന് പേര് കൊടുത്തത്. അല്ലേലൂയ, സ്തോത്രം. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, അല്ലേലൂയ, എന്നെ കേൾക്കുന്ന ഈ പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ ആരംഭിക്കാൻ പോവുക. ഒരു പുതിയ വർഷത്തിലേക്ക് 2026 നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ 2026 ഹാനോക്കിനെ പോലെ, ഏലിയാവിനെ പോലെ, അല്ലേലൂയ, ദാനിയേലിനെ പോലെ, നോഹയെ പോലെ ദൈവത്തിന് പ്രീതിയുള്ളവനായി മാറണം എന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം ദൈവത്തിന് പ്രീതിയുള്ളവനായി മാറണം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ട് ദൈവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്, അവൻ എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചുവെന്ന് ഇബ്രായ ലേഖനം 15 വായിച്ചത്. ഹല്ലേലൂയ. അവൻ ദൈവത്തിനെ പ്രസാദിപ്പിച്ചു. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവേ, ലോകത്തെ പ്രസാദിപ്പിക്കരുത് കേട്ടോ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യുവതി യുവാക്കന്മാർക്ക് പറയട്ടെ, കൗമാരക്കാർ, നീ ലോകത്തെ പ്രസാദിപ്പിക്കുക ജീവിക്കരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കുക. നിന്റെ ഒരു അഭിഷേകത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുക. നിന്റെ ഒരു ശുശ്രൂഷ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. ദേശത്ത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, നിന്റെ ആദരങ്ങൾ കൊണ്ട് യേശുവിനെ വിളിച്ചു പറയുവാൻ, സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുവാൻ വേണ്ടി നിന്റെ ഉള്ളിൽ ദൈവം തീരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഉള്ളിൽ ദൈവം തീയിടുവാൻ, നമ്മൾ സുവിശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ തീയിടുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ തീയെ, പരിശുദ്ധാത്മാവിന്റെ തീയിടുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹാനോക്കിന്റെ ഉള്ളിൽ ഒരുപക്ഷെ ഈ ആത്മാവിന്റെ തീ വീണ് കാണും. ഏലിയാവിന്റെ ഉള്ളിൽ ആത്മാവിന്റെ തീ ഉണ്ടായിരുന്നു. താൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ തീ ഇറങ്ങി വന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു തീ ഉണ്ടായിരിക്കണം. ഏത് തീ? ആത്മാവിന്റെ തീ. അല്ലേലൂയ. അത് ഇന്ന് കണ്ണുകളടച്ചാട്ട് ഹാനോക്കിനെ പോലെ നല്ല ജീവിതം നയിപ്പാൻ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുന്നത് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. കർത്താവ് ഇങ്ങനെ പറയാമോ? ഇങ്ങനെ കർത്താവേ, ആമേൻ, 2026 നിങ്ങൾ പ്രവേശിക്കാൻ നാളുകളിൽ, ദിവസങ്ങളിൽ അധികമില്ല. അങ്ങൊരു അവസാനം തന്നാൽ ഹാനോക്കിനെ പോലെ, ഏലിയാവിനെ പോലെ, ദാനിയേലിനെ പോലെ അങ്ങയോട് കൂടെ നടന്ന് അങ്ങേക്ക് പ്രീതിപ്പെട്ടവനായി, പ്രിയപ്പെട്ടവനായി, ഹല്ലേലൂയ, അങ്ങേ പ്രസാദിപ്പിക്കാനായി ജീവിപ്പാൻ എന്റെ കുടുംബത്തെ ഒരുക്കണമേ. ലോകത്തിന്റെ മാലിന്യങ്ങൾ, ചണ്ടി കൂമാനങ്ങളിലേക്ക് ഞാനും എന്റെ കുടുംബം പോകാതെ, കർത്താവിന്റെ വരവിനായ ന്യായവിധി ഞങ്ങൾ വീണുപോകാതെ എന്റെ കുടുംബത്തെ കർത്താവ് അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നത് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ, കെട്ടുകളും അന്ധകാരങ്ങളും മാറി, നിന്റെ കുടുംബത്തിൽ ഇരുൾ മാറി ദൈവം വെളിച്ചം പകരും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി തലമുറ കണ്ടെത്തപ്പെടാത്ത എല്ലാ ഭരണ സംവിധാനങ്ങളെയും, രാജ്യരാഷ്ട്ര തലന്മാരും സകല ഭരണാധികാരികളെ ഞങ്ങൾ ഓർക്കുന്നു. യശോദന്മാരും കൗമാരി യുവനത്തിൽ ഞാനും വൃത്തരും അസന യാചകർ, ഓർഫന്റെ ചോട്ടഞ്ഞു തടവറയിലായിരിക്കുക, ജാതി മത വർണ്ണ വ്യത്യാസം കുടുങ്ങിയിട്ട് ഒട്ടാരതിവരെ പാർക്കുന്ന എല്ലാ ഗോത്രവിഭാഗങ്ങളെയും, എല്ലാ ആദിവാസി ട്രൈബ് മേഖലയിൽ എല്ലാ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മദ്യത്തിനും മയക്കുവിനും മനസ്സിലകരിക്കും ഒറ്റപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദ ഭീകര വർഗീയത്തിൽ അകപ്പെട്ട് കിടക്കുന്ന കർത്താവി, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദി, യുക്തിവാദികൾ, മൂടന്മാരടക്കമുള്ള സകലരും
മടങ്ങി വന്ന് ഹാനോക്കിനെ പോലെ കർത്താവിൽ വിശുദ്ധ ജീവിതപ്പെടയാണ്. ഹാനോക്ക് ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചു, നോഹ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചു, ഏലിയ പ്രസംഗിച്ചു. ഹല്ലേലൂയ. അതേപോലെ ഈ നാളുകളിൽ ന്യായവിധിയെക്കുറിച്ച് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ശക്തന്മാരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ തലമുറയിൽ എഴുന്നേൽപ്പിക്കണമേ. ഒരു വലിയ ഉണർവ് നടക്കണേ. കുടുംബമായി ഒന്നിച്ച് കർത്താവിന്റെ മഹത്വം വരെ വേല ചെയ്യുവാൻ പ്രിയപ്പെട്ട എല്ലാം ഒരുക്കിയാട്ട് അവിടുന്ന് മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.